പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മുമ്പാകെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിന് വിശേഷാൽ ഞാൻ വന്ദനം ചെയ്യുകയും ശുശ്രൂഷയിലുള്ള അവരുടെ സഹകരണത്തിനും പങ്കാളിത്തത്തിനും നന്ദി പറയുകയും ചെയ്യുന്നു. വളരെ സജീവമായി കേരള സുവിശേഷീകരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഈ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പരസ്യങ്ങൾ നടത്തുക, കൺവെൻഷനുകൾ നടത്തുക, സഭകളുടെ ക്ഷണം അനുസരിച്ചും അല്ലാതെയും ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പാസ്റ്റർ ജെ ജോൺസൻ്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ സഹകരണം, അതുപോലെ കേരള മിഷൻസ് എന്ന മറ്റൊരു വിഭാഗം, 2 മിഷൻസിൻ്റെയാണ്. അതിൻ്റെ ചുമതലക്കാരൻ പാസ്റ്റർ ഗുണശീലൻ, മറ്റ് അംഗങ്ങൾ എല്ലാവർക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. അവരുടെ സേവനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എൻ്റെ ശുശ്രൂഷ ഞാൻ ആരംഭിക്കുകയാണ്. ഒരു വേദാധ്യാപകനും പാസ്റ്ററും ഒക്കെയായ പാസ്റ്റർ KM വർഗീസ് എഴുതിയ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ഒരു വ്യാഖ്യാനം എന്ന ഒരു പുസ്തകം ഇവിടെ ചില കോപ്പികൾ ഉണ്ട്. ഇത് 500 രൂപ വിലയുള്ള പുസ്തകമാണ്. ഈ യോഗത്തോടനുബന്ധിച്ച് അത് 350 രൂപയ്ക്ക് വിൽക്കുന്നതാണ്. പാസ്റ്റർ സ്റ്റീഫൻ ബേബിയുടെ പക്കൽ ഉണ്ട്. അദ്ദേഹം ഈ പുസ്തകം ലഭ്യമാണ്. അദ്ദേഹം സ്റ്റീഫൻ ബേബി പാസ്റ്റർ ഒന്ന് എഴുതിയിട്ടേക്കാം. ഓൾറൈറ്റ്. തിരുവല്ലയിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പാസ്റ്ററാണ് അദ്ദേഹം. ഈ പുസ്തകം വാങ്ങി വചന പഠനം നടത്താൻ നിങ്ങളെ ഞാൻ ഉദ്ബോധിപ്പിക്കുന്നു. സ്തോത്രം. നമ്മളിന്ന് രാത്രി വചനത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു. പുതുതായിട്ട് ഓരോ ദിവസവും ചിലർ കാണുമല്ലോ, അതുകൊണ്ട് ചില കാര്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ എന്തോന്നാണ് പറയുന്നതെന്ന് പിടിയില്ലാതെ പോകും. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സന്ദേശങ്ങളല്ല, തുടർമാനമായിട്ടുള്ള യോഗമാണ്. അതുകൊണ്ട് തുടർമാനമായിട്ടുള്ള സന്ദേശമാണ്. പ്രധാനമായും ഈ രാത്രികൾ ഇതുവരെ പറഞ്ഞു വന്ന കാര്യം പൂർണ്ണ ജയത്തിൻ്റെ ജീവിതം, തോൽവിയില്ലാതെ എങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കാം, ക്രിസ്തീയ ശുശ്രൂഷയിൽ എങ്ങനെ തോൽവിയില്ലാതെ മുമ്പോട്ട് പോകാം, അതിനെ സംബന്ധിച്ചാണ് പാഠം. നമുക്കൊരു ശത്രു ഉണ്ടെന്നും ആ ശത്രു എല്ലാ മനുഷ്യരോടും യുദ്ധം ചെയ്യുന്നു, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ജനത്തോട് യുദ്ധം ചെയ്യുന്നു, അവരെ തോൽപ്പിക്കാൻ, അവരെ നശിപ്പിക്കാൻ. അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവരും തിരിച്ചുറ്റി നടക്കും. അപ്പം അയാൾ ഉപയോഗിക്കുന്ന യുദ്ധതന്ത്രങ്ങളെ സംബന്ധിച്ചാണ് മെനഞ്ഞാന്ന് രാത്രി നമ്മൾ വിശദീകരിച്ചത്. നമ്മളെ തോൽപ്പിക്കാൻ ഇടയിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ്, അയാളുടെ ആയുധം അറിഞ്ഞിട്ട് വേണം അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിനെ നിർവീര്യമാക്കാൻ. അതുകൊണ്ട് ആ ആയുധങ്ങളെ സംബന്ധിച്ച് നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങി. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ശത്രുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ 3 എന്ന്. അതിൽ ജഡം എന്ന കാര്യത്തെയാണ് ഒന്ന് പറഞ്ഞത്. പെട്ടെന്ന് ജഡം എന്നൊക്കെ കേൾക്കുമ്പോൾ അത്ര അങ്ങോട്ട് വേദപുസ്തകം പറഞ്ഞ ആശയങ്ങളെല്ലാം തിരികേല. അതുകൊണ്ട് അല്പം ഒന്ന് വിശദീകരിച്ച് വ്യാഖ്യാനിച്ചെങ്കിലേ ആ ആശയം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ തോൽവിയുടെ മണ്ഡലം നമുക്ക് കൊണ്ട് ശരിക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് അതിൽ ചിലത് മെനഞ്ഞാന്ന് രാത്രി നമ്മൾ പറഞ്ഞു. ഇന്നലെ അതിൻ്റെ ഭീകരതയെല്ലാം നിമിത്തം ജയത്തിൻ്റെ പൂർണ്ണ വഴി എന്താണെന്നതിനെ സംബന്ധിച്ചാണ് ഇന്നലെ രാത്രി വിശദീകരിച്ചു.
അതിൻ്റെ ഒരു പ്രധാന വാക്യം നമ്മൾ പറഞ്ഞത് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ആ അമിത ബലം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യാഖ്യാനമാണ് ഇന്നലെ രാത്രി പറഞ്ഞത്. പരിശുദ്ധാത്മാവിലും തീയിലുമുള്ള സ്നാനം. അതതിൻ്റെ പരിഹാരം എന്താണ് എന്ന് പറഞ്ഞതാണ്. എന്നാൽ അയാളുടെ കയ്യിലിരുന്ന ആയുധങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചില്ല. നമ്മളൊന്ന് തൊട്ടും വെച്ച് അതിൻ്റെ ഇച്ചിരി കട്ടി കൂടിയതായതുകൊണ്ട് നമ്മുടെ അകത്ത് തന്നെ ഉള്ളതാണ്. കാരണം ഇത് പുറത്തുള്ളതൊന്നുമല്ല, ഇതിനകത്തിരിക്കുന്നൊരു സാധനമാണ്. ഏത് സമയത്തും ചതിച്ചു കളയും. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ അതിൻ്റെ പരിഹാരമാർഗം ഒന്ന് പറഞ്ഞത്. എന്നിട്ട് അയാളുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ, ചരക്കുകൾ എന്താണെന്ന് സ്വല്പം കൂടെ കാര്യം, ജഡത്തോടനുബന്ധിച്ചുള്ള കാര്യം, വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ജഡം എന്ന് വേദപുസ്തകം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ പറയാൻ കാരണം റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം ഇന്നലെ വായിച്ചതാണ്. എന്താണ് ആ വാക്യം? ഒന്ന് എടുത്തങ്ങ് പറഞ്ഞാൽ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പം അപകടകരവും ഭയങ്കര അപകടകരം, മുടിക്കുന്ന, നശിപ്പിക്കുന്ന, കൊല്ലുന്ന. ജഡത്തെ അനുസരിച്ച് ജീവിക്കാൻ മരിക്കും നിശ്ചയം. പത്ര കട്ടിക്കാണ് പറഞ്ഞത്. നമ്മുടെ ശരീരം, നമ്മുടെ ഈ സിസ്റ്റം, ഇതിനകത്ത് നമ്മെ കൊല്ലുന്ന സാധനം ഇരിപ്പുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പെട്ടെന്ന് കൊണ്ട് മനസ്സിലാവില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, അത് പാപമാണെന്നൊക്കെ നമുക്ക് അറിയാം. എന്നാൽ പാപം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത, അപകടകരമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. വേദപുസ്തകം അതിൻ്റെ ഭയങ്കരത്വവും അതിൻ്റെ കുറ്റവും വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അതിൽ ചിലതിലേക്ക് കൂടി ഇന്ന് രാത്രി ഒന്ന് നോക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്നും പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതല്ല ഞാൻ ഇന്ന് രാത്രി അതല്ല എടുക്കാൻ പോകുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, താഴോട്ട് വരുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു കാര്യമാണ് ഇന്ദ്രിയ ജയം. ആത്മാവിൻ്റെ ഫലം ഇന്ദ്രിയ ജയം. ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിൻ്റെ മേലുള്ള നിയന്ത്രണം, അല്ലെങ്കിൽ കൃത്യം പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞാലോ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രേരകമായി നിൽക്കുന്ന കാര്യങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാര്യങ്ങൾ കാണുന്നു, അത് നമ്മളെ പല കാര്യത്തിനും പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ചെവി ശബ്ദങ്ങൾ കേൾക്കുന്നു, അത് നമ്മളെ പലതിനും ഉത്തേജിപ്പിക്കുന്നു. നമ്മുടെ ത്വക്ക്, നമ്മുടെ അന്തരീക്ഷം, നമ്മളെ പരിസരം അറിയാൻ, നമ്മുടെ നാക്ക്, നമ്മുടെ മൂക്ക്, ഇവയല്ലേ പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നൽകുന്ന വിവരം അനുസരിച്ചാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. ഭൗമ ജീവിതത്തിനും ഭൂമിയിലെ ജീവിതത്തിന് ഇവ അത്യാവശ്യമാണ്. ഈ 5 വേണം, ഇല്ലെങ്കിൽ അതിൻ്റെ പോരായ്മ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിന്, ഭൗമ ജീവിതത്തിന് നൽകിയിരിക്കുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാൻ, അതിനെ നിയന്ത്രിച്ച് വേണം ഉപയോഗിക്കാൻ. അല്ലാതെ നിയന്ത്രണമില്ലാതെ പോയാൽ അത് സ്വർഗരാജ്യപ്രവേശനം തടയുന്ന കാര്യമായിരിക്കും. വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല. ജഡത്തിൻ്റെ പ്രവർത്തികൾ, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല. അപ്പം ജഡത്തിൻ്റെ ഈ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് മാത്രം, പ്രേരണകൾക്കനുസരിച്ച് മാത്രം പോയാൽ സ്വർഗരാജ്യം കിട്ടാതെ പോകും. അതുകൊണ്ടാണ് ഇന്ദ്രിയ ജയം ആവശ്യമുള്ളത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ്. അപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം വിശുദ്ധന്മാർക്ക് വേണം.
ദൈവമക്കൾക്ക് വേണം. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല. എങ്കിലും ഈ ഇന്ദ്രിയത്തിനനുസരിച്ച് ജീവിക്കുന്നവൻ്റെ ചിന്ത ഉല്ലാസം, എൻജോയ്മെൻറ്റ്, കണ്ട് രസിക്കണം, കേട്ട് രസിക്കണം, തിന്ന് രസിക്കണം. അതാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ശാസ്ത്രം ഇതാണ്. രസം, ഉല്ലാസം, പ്ലഷർ, ഇംഗ്ലീഷിൽ പ്ലഷർ. അതിലല്ലേ മനുഷ്യൻ എന്തെല്ലാം കാര്യം കാണും. ഗുണം വരുത്താത്ത, ദോഷം ചെയ്യുന്ന, തനിക്കും തൻ്റെ സ്വഭാവത്തിനും തൻ്റെ കുടുംബജീവിതത്തിനും സാൻമാർഗികയ്ക്കും ദോഷം ചെയ്യുന്നതെങ്കിലും ഈ കണ്ണിൻ്റെ ഉല്ലാസത്തിന് ഒത്തിരി കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു. അപ്പം അതിനെ നിയന്ത്രിച്ചെങ്കിലേ മനുഷ്യന് ശരിക്കും ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ശാസ്ത്രം, അതിൻ്റെ മോട്ടോ, ലക്ഷ്യം പ്ലഷർ എന്നുള്ളതാണ്, ഉല്ലാസം എന്നുള്ളത്. ലോകം ജീവിക്കുന്ന അതിനു വേണ്ടിയാണ്. മദ്യപിക്കുന്നു, എന്തിന്? ഉല്ലാസത്തിന്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, എന്തിന്? ഉല്ലാസത്തിന്. അപ്പം ഇങ്ങനെ ഈ സാധനങ്ങൾ പലതും മനുഷ്യൻ ഉപയോഗിക്കുന്നത് ഉല്ലാസത്തിനാണ്. പുകവലിക്കുന്നു, ഉല്ലാസത്തിന്. കേടുവരുത്തുന്നതാണെന്ന് അതിനെ പുറത്ത് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ക്യാൻസർ വരുത്തുന്നതാണെന്നും എഴുതുന്നുണ്ട്. എന്നാലും മനുഷ്യനിത് അനുഭവിക്കുന്നു, പ്ലഷർ. അപ്പം അതിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആത്മാവുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ആത്മാവ് താമസിക്കുന്നതിൻ്റെ പ്രതിഫലനം, അതിൻ്റെ റിസൾട്ട്, ഇവയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിന് കൂടെ നിൽക്കാതെ അതിൽ ഒരു കാര്യം മാത്രം എടുക്കാം തൽക്കാലം. അത് ഈ നാക്കെന്നുള്ളൊരു കാര്യമാണ്. നാക്ക് നമ്മൾ രുചിക്കാൻ ഉപയോഗിക്കുന്നു, വർത്തമാനം പറയാൻ ഉപയോഗിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ അവയവത്തെ സംബന്ധിച്ച് വേദപുസ്തകം പറഞ്ഞൊരു സ്വല്പകാര്യം, അതിൻ്റെ വലിയ അപകടത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇത് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. എങ്കിലും അതിനെ 6-ാം വാക്യം ഒന്ന് വായിച്ചാലോ? യാക്കോബ് 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ അനീതിയുടെ ലോകമായി. നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ, ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ അവയവങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി. ദേഹത്തെ മുഴുവൻ മലിനമാക്കി, ദേഹത്തെ, ശരീരത്തെ മൊത്തം മലിനമാക്കി. നരകാഗ്നിയിൽ ജീവചക്രത്തിന് തീ കൊളുത്തുകയും. ഒന്നുകൂടെ വായിച്ച്. നരകാഗ്നിയിൽ. ട്രാൻസ്ലേഷൻ വ്യത്യാസമാണോ? ട്രാൻസ്ലേഷൻ വേറെയാണല്ലേ? എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ട്രാൻസ്ലേഷൻ്റെ ഒരു പുസ്തകം കൊണ്ടുവന്നാൽ നമുക്ക് സൗകര്യമായിരിക്കും. അല്ലെങ്കിൽ ആൾ പെട്ടെന്ന്, ഞാനും ഈ പഴയ പുസ്തകമാണ് ശീലിച്ചിട്ടുള്ളത്, പുതിയ പുസ്തകം ശീലിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്നും ഞാൻ ഈ എല്ലാ വാക്കുകളും ശ്രദ്ധിച്ച് നോക്കുന്നൊരു മനുഷ്യനാണ്. വാക്യത്തിൻ്റെ അക്ഷരം വരെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനാണ്. റൈറ്റ്, ഒന്ന് വായിച്ചോളൂ, ഒന്നുകൂടെ വായിച്ചോളൂ. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും. ജീവചക്രത്തിന് തീ കൊളുത്തുകയും. അതായത് കേട്ടിട്ടുള്ള വാക്ക്. ഓക്കെ, ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. നാക്ക് നമ്മുടെ ജീവചക്രം മൊത്തം കത്തിച്ചു കളയുന്നു, അവസാനം കൊണ്ടുപോയി നരകത്തിൽ തീയിലിടും. തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. നാക്ക്.
ഭയങ്കര അപകടമുള്ളൊരു സാധനമാണെന്നും. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? വേദപുസ്തകത്തിൽ ചില വാക്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ആ കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ, യാക്കോബ് 3:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ശരീരത്തിൽ ഈ നാക്ക് വെച്ചിരിക്കുന്ന സ്ഥാനം തന്നെ നോക്കിയാൽ അതിനെ സൂക്ഷിക്കേണ്ടതാണെന്ന് അറിയാം. ഇതിനെ ഒരു വല്ലാത്ത ഒരു കൂട്ടിനകത്താണ് ഇട്ടിരിക്കുന്നത്. 32 കാവൽക്കാരെ ആക്കി അതിനകത്താണ് ഈ പുള്ളിയെ ഇട്ടേക്കുന്നത്, ഇയാൾ കുഴപ്പം കാണിക്കാതിരിക്കാൻ വേണ്ടി. അപ്പം അതിൻ്റെ പൊസിഷൻ തന്നെ നോക്കിയാൽ, സ്ഥാനം തന്നെ നോക്കിയാൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് എന്നുള്ളത് ഉറപ്പാണ്. യാക്കോബിൻ്റെ ആ വാക്കുകൾ ഒന്നുകൂടെ വായിച്ചുകൊണ്ടാട്ടെ. 3:1 മുതൽ 5. 3 സഹോദരന്മാരെ, അധിക ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുതേ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. ഓക്കെ, നാവ് ഒരു ചെറിയ അവയവം ഇപ്പോഴും ഭയങ്കര വമ്പ് പറയുന്നു. വേറെ ഉദാഹരണം പറഞ്ഞിട്ട് പറയുകയാണ്, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. റൈറ്റ്. അതുപോലെ തന്നെയാണ് മുമ്പേ 6-ാം വാക്യം വായിച്ചതാണ്. അവസാനം നമ്മുടെ ജീവചക്രത്തിന് തീ കൊളുത്തി ജീവിതം ആകെ വല്ലാതാക്കും. വാക്ക് തെറ്റിയാൽ ആകെ വിഷമത്തിലാവും. ഇനി വേദപുസ്തകം പറയുന്ന മറ്റ് ചില വാക്കുകൾ നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9-ാം വാക്യം 10-ാം വാക്യം. ഈ സ്വർഗത്തിൽ പോകാത്ത ആളുകളുടെ ലിസ്റ്റൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ്. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിന്നെ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയും. ഈ പറഞ്ഞ ലിസ്റ്റിൽ പറയുന്ന ആരും ദൈവരാജ്യം അവകാശമാക്കില്ല. ആ ലിസ്റ്റെല്ലാം പറയാണല്ലേ. അല്ല, ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ കടമ നാക്കിൻ്റെ കാര്യം പറയുകയാണ്. അവിടെ പറഞ്ഞൊരു കാര്യമാണ് വാവിഷ്ഠാണം. ചില വാക്കുകൾ പിന്നെ നമുക്ക് പറയാം. റോമാലേഖനം 1-ാം അധ്യായം 30-ാം വാക്യം. റോമർ 1:30. വേറൊരാളെ ഫീസർ 4:31. പിണക്കം, അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദേശികൾ. ഓക്കെ, കുരളക്കാർ, ഏഷണിക്കാർ. എഫെസർ 4-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണം സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. അപ്പൊ കുറേ വാക്കുകൾ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ്? വാവിഷ്ഠാണം, ദൂഷണം, കുരളക്കാര്, ഏഷണിക്കാര്, ഇങ്ങനൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് പറഞ്ഞത് ഇവർ സ്വർഗരാജ്യം അവകാശം ആക്കില്ല എന്നാണ്. എല്ലാ വാക്കുകളുടെയും കൃത്യമർത്ഥം ഞാൻ അങ്ങോട്ട് വിശദീകരിക്കാതെ പൊതുവായിട്ട് പറഞ്ഞാൽ, ഈ നാക്കുകൊണ്ട് യാക്കോബ് പറയുന്നുണ്ട് കർത്താവും ദൈവവുമായവനെ സ്തുതിക്കുന്നു. യാക്കോബ് 3-ാം അധ്യായത്തിൽ പറയുന്നതാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കുന്നു, ദുഷിക്കുന്നു. എന്നിട്ട് പറഞ്ഞാൽ അതെങ്ങനെ ഒക്കും? രണ്ടും കൂടെ അങ്ങനെ ഒരേ ഉറവയിൽ നിന്ന് പുറപ്പെടും.
ഒരു ഉറവയിൽ നിന്ന് ഒന്നുകിൽ നല്ല വെള്ളം അല്ലെങ്കിൽ കയ്പുള്ള വെള്ളം. അല്ല, ഒരു ഉറവയിൽ നിന്ന് നല്ല വെള്ളവും കയ്പുള്ള വെള്ളവും ഒരുമിച്ച് പുറപ്പെടുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മനുഷ്യൻ്റെ വായിൽ നിന്ന് ഇത് രണ്ടും ചെയ്യും. വെളിയിൽ വന്ന് ഭയങ്കര പാട്ടും പ്രാർത്ഥനയും സ്തോത്രവും പ്രസംഗവും എല്ലാം ചെയ്യും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ബഹളം ഉണ്ടാക്കണമെങ്കിൽ ബഹളം ഉണ്ടാക്കും. വനവനെ രണ്ട് പറയണമെങ്കിൽ പറയും, ആക്ഷേപിക്കണമെങ്കിൽ ആക്ഷേപിക്കും, പ്രസംഗത്തിൽ കുത്തണമെങ്കിൽ കുത്തും. അതൊന്നും പോരാന്ന് വച്ചിട്ട് ഇന്നത്തെ ലോകത്തിൽ മനുഷ്യനെ നശിപ്പിക്കാൻ പണ്ട് വാക്കൊക്കെ പറഞ്ഞ് എത്തിക്കാൻ സമയം വേണമായിരുന്നു. ഇപ്പോൾ ഒന്നും എത്തിക്കാൻ നേരം വേണ്ട. സോഷ്യൽ മീഡിയ ഇഷ്ടം പോലെ ലഭ്യമാണ്. ചിലർക്ക് കുറേ പേരെ മുടിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതിനാണ് ഇന്ന് ഒത്തിരി ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അല്ല, നല്ല ഉപയോഗം ഒത്തിരി പേർക്കില്ല. എന്താണ്, എല്ലാവർക്കും കത്തയക്കാനും അങ്ങനെ വലിയ വലിയ ഒഫീഷ്യൽ കാര്യങ്ങൾ നടത്താനും വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? അത് കുറച്ച് പേരല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തിനാണ്? ഇങ്ങോട്ടൊരു കാര്യം എഴുതുക, അങ്ങോട്ടൊരു എഴുതുക, അവനെ രണ്ടാക്ഷേപിക്കുക, അവനെ രണ്ടാക്ഷേപിക്കുക. ഇത് പറയുക എന്നുള്ളത് ഇന്നത്തെ ഈ വിശ്വാസി ലോകത്തിലെ ഒരു സാധാരണ കാര്യമല്ലേ? ഇത് തന്നെ നോക്കി രസിക്കാൻ എന്തുമാത്രം മനുഷ്യർ. ഇങ്ങനെ എഴുതുന്നവന് പൈസ കൊടുത്ത് എഴുതിക്കുന്ന എത്ര പേര്. എത്ര പേര് ഇത് നിമിത്തം തകർന്നു ജീവിക്കുന്നു. അവരുടെ മക്കളുടെ മനസ്സ് ഉടഞ്ഞ് ഈ ക്രിസ്തീയ ലോകത്തെ പോലും ഒരു കൂട്ടം മനുഷ്യർക്ക് ഇന്ന് ഇഷ്ടമല്ല. വിശ്വാസികളുടെ മക്കൾക്ക് പലർക്കും സഭയെ ഇഷ്ടമല്ല, ശുശ്രൂഷകരെ ഇഷ്ടമല്ല, ഈ ക്രിസ്തീയ ലോകത്തെ ഇഷ്ടമല്ല. കാരണം ഇത്തരം പ്രവൃത്തികൾ വ്യാപകം. വേദപുസ്തകം പറയുന്നു, ഇക്കൂട്ടരാരും സ്വർഗരാജ്യത്തിൽ പോവില്ല. ഇക്കൂട്ടരെ മുഴുവൻ പിശാച് തൻ്റെ ഈ ചരക്കുകൊണ്ട് ചതിച്ചു. കുറച്ചുപേരെ ഒളിച്ചിരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. വലിയ ഭക്തന്മാരായിട്ടൊക്കെ ചമയും. ഇതൊക്കെ ആത്മീയത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നിരിക്കുന്നു എന്ന് ധരിക്കുന്നെങ്കിലും പിശാചിൻ്റെ ചരക്കല്ലേ ഇത് മുഴുവനും. തെളിച്ച് വേദപുസ്തകം പറയുന്നു, ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശം ആക്കില്ല. അത്തറിപ്പണി ചെയ്ത മുഴുവൻ പേരും ഇന്ന് രാത്രി നിർത്തിക്കോണം. മേലാൽ നിനക്ക് പിശാചിനെ ജയിക്കണോ, ഇന്ന് രാത്രി നിർത്തിക്കോണം. ഇവിടെ വെച്ച് മേലാൽ ഈ ഒരു സാധനം തൊട്ടുപോകരുത്. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലായിക്കോളൂ. നിങ്ങൾ ദണ്ഡിപ്പിച്ച മനുഷ്യരുടെ ദണ്ഡനം നിങ്ങൾക്കറിയാമോ? മനോവേദന നിങ്ങൾക്കറിയാമോ? അഭിമാനത്തിന് കേടുവരുത്തി മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ മേലാതെ വണ്ണം ആക്ഷേപിച്ച എത്ര എത്ര വിശ്വാസികൾ, പാസ്റ്റർമാർ. എന്തിനും പള്ളി വരുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രസംഗിക്കുന്നു, വലിയ കാര്യമൊക്കെ ചെയ്യുന്നു. നിങ്ങളെ പിശാച് തോൽപ്പിച്ചിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8:44 നാക്കിൻ്റെ ബാക്കി കാര്യം കൂടി. യോഹന്നാൻ 8:44, വെളിപ്പാട് 21:8. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു.
വാക്യം കേട്ടല്ലോ, വ്യാഖ്യാനമൊന്നും ആവശ്യമില്ലല്ലോ. ഭോഷ്ക് പറയുക, നാടൻ ഭാഷയ്ക്ക് പറഞ്ഞാൽ കള്ളം പറയുക. കള്ളം ആരുടെ ചരക്ക്? അവിടെ പറയുന്നുണ്ട്. പിശാച് ഭോഷ്ക് പറയുന്നത് സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. അയാളുടെ ചരക്കാണത്. ഭോഷ്ക് പറയുന്ന എല്ലാവരും പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. അത് പറഞ്ഞല്ലേ തുടങ്ങിയത്, ബാക്കി അങ്ങനല്ലേ തുടങ്ങുന്നത്. ഇവർ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ എന്ന് മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ആ ഭാഗം, ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്രേ. ഇത് രണ്ടാമത്തെ മരണം. കള്ളം പറഞ്ഞ അത്ര വലിയ ഗൗരവമായിട്ട് വല്ലവർക്കും അറിയാവോ? അത്യാവശ്യത്തിന് നിങ്ങൾ കള്ളം പറയുന്നവരല്ലേ ഒത്തിരി പേരും. കള്ളം പറയാൻ ഒരു മടിയില്ലാത്ത ആളുകളും ഇല്ലേ? സഭയിലില്ലേ? ആത്മലോകത്തിലില്ലേ? കള്ളം പറഞ്ഞ പാസ്റ്റർമാരും ഇല്ലേ? കള്ളം പറഞ്ഞൊരു ഗൗരവമായ പാപമായി തെറ്റായി കരുതുന്ന എത്ര പേരുണ്ട്? ഈ വാക്യം കേട്ടിട്ട് പറയൂ, കള്ളം പറയുന്നവൻ പിശാചെന്ന പിതാവിൻ്റെ മകൻ, മകൾ. നിങ്ങളുടെ അപ്പൻ പിശാച്. ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, വേദപുസ്തകം പറയുന്ന പച്ചക്ക് വിളിച്ച് പറഞ്ഞേ വെക്കുള്ളൂ. ഇതിനെല്ലാം നിസ്സാരത്വം കൽപ്പിച്ച് എല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ഒരു ലോകം ഇന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പക്ഷെ ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. എന്നിട്ട് തെളിച്ച് പറയുന്നു, ഭോഷ്ക് പറയുന്നവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. പിശാചിൻ്റെ ഓഹരി എവിടെയാണ്? കള്ളം പറയുന്നവർക്കുള്ള ഓഹരിയും അതാണ്. അതുകൊണ്ട് ഹാബിറ്റ് ഉണ്ടെങ്കിൽ, ആ പരിചയം ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞിട്ടുള്ളതിനെല്ലാം മാപ്പി ചോദിക്കണം, മൊത്തം ക്ഷമ ചോദിക്കണം, പരിഹാരം വരുത്തണം. ഒന്നുകൂടെ പറയുന്നു, ഇപ്പോൾ ആ സ്വഭാവം നിർത്തണം. എന്നാലേ ജയജീവിതം ഉണ്ടാവുള്ളൂ. കള്ളമെല്ലാം കറഞ്ഞു വെച്ച്, ഞാൻ ഒന്നുകൂടെ പറയാം, പ്രവചനവും പ്രസംഗവും കൊണ്ട് നടന്നാൽ, മൈ ഗുഡ്നസ്, അവസാനത്തെ ദിവസം യേശു പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടാവും. അതെ. ഇനി എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 4-ാം വാക്യം. ഒത്തിരി പേർക്ക് ആ വാക്യമൊന്നും ഇഷ്ടപ്പെടത്തില്ല, എന്നാലും ഒന്ന് വായിച്ചേക്കും. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ഇഷ്ടപ്പെടും ആളുകൾക്ക്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഇതൊക്കെ പണ്ടൊക്കെ പറയുമായിരുന്നു, ഇപ്പോഴത്തൊന്നും ആരും പറയല്ല. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്. ചുമ്മാ പറഞ്ഞതേ വല്ലതൊക്കെ പറഞ്ഞു വെച്ച് പറയും, ചുമ്മാ പറഞ്ഞ നമ്മളെന്തിനാ പറഞ്ഞ് നോക്കുക. ആ വാക്ക് ചീത്തത്തരം, പൊട്ടച്ചൊൽ, ചുമ്മാ വിഡിതം വിളിച്ചു പറയും, കളിവാക്ക്. ഇങ്ങനെയുള്ളവ ഒന്നും അരുത്, വിശുദ്ധന്മാർക്ക് ഉചിതമല്ലത്. സ്തോത്രം അത്രേ വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുക അതെന്തൊരു ജീവിതമാണ്, ഒരു തരം മൂരാച്ചി സ്വഭാവം, ഒന്നും പറയാതെ ഒന്നും ഭക്തിയും കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് ചോദിക്കും. വേദപുസ്തകം പറയുന്നതിന് മറിച്ച് പറയാൻ എനിക്ക് അവകാശം തന്നിട്ടുണ്ടോ? ആർക്കും അവകാശം കൊടുത്തിട്ടുണ്ട്? ആർക്കും അവകാശം കൊടുത്തില്ല. എൻ്റെ സംവിധാനം പറയാം. എൻ്റെ സിസ്റ്റത്തിൽ എനിക്ക് തമാശ പറഞ്ഞുകൂടാ, കളി പറഞ്ഞുകൂടാ. അതാണ് എൻ്റെ സംവിധാനം. എന്നെ കേൾക്കുകയും നല്ലപോലെ വെടി പറയുന്ന പാസ്റ്റർമാരുണ്ട്. എന്നെ കേൾക്ക് ഒരെണ്ണം പറയില്ല.
നല്ല തമാശ പറയുന്ന പുള്ളികൾ എൻ്റെ കൂടെ മാസക്കണക്കിന് സഞ്ചരിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒറ്റ തമാശ പറഞ്ഞിട്ടില്ല. എൻ്റെ പഠനകാലത്തെ ഒരു സുഹൃത്ത്, ക്ലോസ് ഫ്രണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വെച്ച് അദ്ദേഹം വേറൊരു വഴിക്ക് പോയി. ഞാനിങ്ങനെ ഇവിടെ സുവിശേഷ വേലയായിട്ടൊക്കെ വന്നു. കുറേയേറെ വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് പിടികിട്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറേ എല്ലാം കാലം കഴിഞ്ഞിട്ട് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ കുടുംബമായിട്ടൊന്ന് പോയി. അയക്ക് പെണ്ണ് കാണാൻ പോയതും കൂടെ ഞാനും കൂടെയാണ്. അങ്ങനെ അടുപ്പമുള്ള ആളാണ്. അങ്ങനെ വീട്ടിൽ ചെന്നു. ഞങ്ങൾ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഡിന്നറെല്ലാം ഒരുക്കി ഒന്ന് ഫ്രീ ആയിട്ട് ഇച്ചിരി നേരം ഒന്ന് വർത്തമാനം പറയാൻ പോയതാണ്. തമാശ അങ്ങനെ ഒന്നും പറയത്തൊന്നുമില്ല. അയാളും പറയാറില്ല, ഞാനും പറയാറില്ല. എന്നാൽ ഇച്ചിരി ഫ്രീ ആയിട്ടൊന്ന് ചിലപ്പോൾ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് പോയതാണ്. വീട്ടിൽ കാലുകുത്തി എനിക്ക് തലവേദന തുടങ്ങി. അയാളുടെ വീട്ടിൽ കാലുകുത്തിയപ്പോൾ എനിക്ക് തലവേദന തുടങ്ങി. ഞാൻ ഇവരുടെ കൂടെ ഇരുന്നില്ല, ഞാൻ ഇവരോട് വർത്തമാനം പറഞ്ഞില്ല. ഇവരെല്ലാം ഇരുന്ന് ഒരു വർത്തമാനം പറഞ്ഞ് ഞാൻ പോയി കിടന്നു. ഇവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അവർ ഭക്ഷണം കഴിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങി, വീടിന് പുറത്തിറങ്ങി എൻ്റെ തലവേദന പോയി. അങ്ങനെയാണ് ദൈവം എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരിടത്തും ആരൊരിക്കലും കളിയോ തമാശയോ പറയാൻ ദൈവത്തിൽ നിന്ന് അനുവാദമില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കതൊക്കെ പ്രാഗൽഭ്യത്തോടെ പറയാം. ഇതെൻ്റെ വാക്കല്ലല്ലോ. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. നല്ല പോലെ ഒന്ന് ആത്മീയരായിട്ട് ജീവിക്കാൻ മനസ്സുണ്ടോ? ഈ പുസ്തകം പറയുന്ന പോലെയൊക്കെ ഒന്ന് ജീവിക്കാമോ? Alright. മത്തായി 12:36. അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. എന്നാലും ഇതൊന്നും പറയാതെ പോയാലോ? കാരണം നാക്ക് വളരെ പ്രധാനപ്പെട്ട ആളല്ലേ. മത്തായി 12:36. എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കേട്ടല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസം, അവസാനം ഒരു ദിവസം ദൈവം കണക്ക് ചോദിക്കും. ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കരുതി കൂട്ടി പറഞ്ഞതിനെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഏത് നിസ്സാര വാക്കിനും, അലസമായി പറഞ്ഞതിനും, ചുമ്മാതെ പറഞ്ഞതിനും കണക്ക് കൊടുക്കേണ്ടി വരും. അവിടെ ചെല്ലുമ്പോഴേ മുട്ടുറച്ചിരിക്കുമോ അതോ പാടുമോ? ഏത് നിസ്സാര വാക്കിനും കണക്ക് ചോദിക്കില്ലേ? അപ്പം നേരെ നിൽക്കാനുള്ള ബലം ഉണ്ടാവുമോ? നാക്കാണ് വർത്താനം പറയാനാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങ് വർത്താനം പറയരുത്. ആവശ്യത്തിനുള്ള വർത്താനമേ പറയാവൂ എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കണം. ഇനി മത്തായി 12:34. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. 34 അത്? ഒരു സെക്കൻഡ്. പാസ്റ്റർമാരെ സഹായിക്കൂ. ഇങ്ങനൊരു വാക്കുണ്ടല്ലോ, ഞാനിപ്പം നോക്കിയെടുക്കാൻ പാടാണ്. പരിശുദ്ധാത്മാവിന് നേരെ, ആ ഭാഗത്ത് തന്നെയുണ്ട്, പരിശുദ്ധാത്മാവിന് നേരെ പറയുന്ന ദൂഷണമോ
31 വാക്യം, ആരെങ്കിലും മനുഷ്യപുത്രനെ 31 വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്കു പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. കേട്ടോ, പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറഞ്ഞാൽ ഇവിടെയും ക്ഷമിക്കുകയില്ല, വരാനുള്ള ലോകത്തിലും ക്ഷമിക്കുകയില്ല. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലം എന്നോട് നോക്കണം. എന്താണ് ഈ പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം എന്ന് പറയുന്നത്? യേശുവിനെ സംബന്ധിച്ച് ആളുകൾ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ്. അതിന് തുമ്പരത്തെ വാക്യമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. എന്താണ് ആക്ഷേപം? യേശുവിൻ്റെ ശുശ്രൂഷ ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ല, ഭൂതോ. അതിന് പറഞ്ഞതാണ്, ആത്മാവിന് നേരെ പറയുന്ന ദൂഷണം ക്ഷമിക്കില്ല. ഭൂമിയിൽ എത്രയോ മനുഷ്യരുടെ ശുശ്രൂഷ കണ്ടിട്ട് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പറയുന്ന മനുഷ്യർ ധാരാളം ഉണ്ടല്ലോ. ഉടനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഭൂതമാണ്, തങ്ങൾക്കില്ലാത്തതെല്ലാം ഭൂതമാണ്. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം പാസ്സാക്കാൻ വരട്ടെ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ മൊത്തം അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വഴിയും അറിയാവുന്ന അഖിലാണ്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്താ മനസ്സിലാകുന്നില്ലേ? ദൈവത്തെ ഗ്രഹിക്കാൻ പറ്റുമോ? ദൈവം സർവജ്ഞാനിയല്ലേ? നീക്ക് വേദപുസ്തകത്തിലെ മൊത്തം അർത്ഥവും അറിയാം എന്ന് പറയാൻ ആരെങ്കിലും ഒരാളുണ്ടോ? ഇതിൻ്റെ ആശയങ്ങളെല്ലാം അറിയാം എന്ന് പറയാൻ ആരെങ്കിലും ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ അയാൾക്ക് അറിയാൻ മേല എന്നുള്ളതാണ് സത്യം. കാരണം ഇതെല്ലാം അറിയാൻ കഴിയുന്ന ഒരുത്തനും ഭൂമിയിൽ ഇല്ല. ഇതിലെ എല്ലാ സത്യങ്ങളും നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇനി നിങ്ങൾക്ക് ഭൂമിയിൽ ആർക്കും ഗ്രഹിക്കാൻ വേറെ ഒരു സത്യവും ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാമോ? അയച്ചോട് തെളിച്ചു വേണേ പറയാം. കത്തോലിക്കർ പറയും അവർ പറയുന്നതാണ് സത്യം. ഓർത്തഡോക്സുകാർ പറയും അവർ പറയുന്നതാണ് സത്യം. ബാക്കി എല്ലാവരും പറയും, ബ്രദറുകാർ പറയും അവർ പറയുന്നതാണ് സത്യം. പെന്തിക്കോസുകാർ പറയും ഞങ്ങളുടേതാണ് പൂർണ്ണ സുവിശേഷം. അല്ല, പറയുന്ന വാക്കല്ലേ പൂർണ്ണ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ഇതിനപ്പുറത്തൊരു സുവിശേഷം ഇല്ല. ഇനി ഗ്രഹിക്കാനൊന്നും ഇല്ല, എല്ലാം തീർന്നു. ഇതന്നെ എല്ലാവർക്കും പറ്റിയ അബദ്ധം ഇതല്ലേ? ആത്മാവിനെ സംബന്ധിച്ച് കുറേ കണക്കുകൂട്ടലും വിവരങ്ങളും എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ പലതും പഠിപ്പിക്കാനും പറയാനും ഒക്കെ ഞാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം എല്ലാം കൂടെ പൊട്ടിച്ച് തറയിലിട്ടു. ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഒന്നാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു പരിധി വരെ ഞാൻ അനുകൂലിക്കാത്ത ഒരു പ്രവൃത്തി ആത്മാവ് ഒരു ദിവസം അങ്ങ് ചെയ്തു കളഞ്ഞു എന്നിൽ. ഞാൻ ചോദിച്ചല്ല, അങ്ങനെ ഒരു ആത്മപ്രവൃത്തി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, വേദശാസ്ത്രം എല്ലാം അറിയാവുന്ന മേല ഞാൻ പറയില്ല. ഞാൻ ഇച്ചിരി വേദശാസ്ത്രിയാണെന്നൊക്കെ ഒരു ഭാവം ഉണ്ടായിരുന്ന ആളാണ്. കാരണം ഈ പെന്തിക്കോസ്ത് സമൂഹത്തിൽ എൻ്റെ വാക്ക് ദൈവശാസ്ത്ര സംബന്ധമായി ഇച്ചിരി ഒരു വിലയുള്ള വാക്കാണ്. പ്രത്യേകിച്ച് ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൽ അങ്ങനത്തെ നില എനിക്കുണ്ട്.
എന്നാലും ആത്മാവിനെ എല്ലാം മനസ്സിലാക്കാൻ ആർക്കും പറ്റില്ല എന്ന് ആത്മാവ് എന്നെ അന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ആരെയെങ്കിലും ശുശ്രൂഷ കണ്ടിട്ട് ഭൂതമാണെന്നൊന്നും അങ്ങനെ കയറി പറഞ്ഞ കളയല്. ഭൂതമാണെന്ന് പറയണമെങ്കിൽ പറയത്തക്കവണ്ണമുള്ള തെളിവ് കയ്യിൽ വേണം. അല്ല, നിങ്ങൾ കൃപയുള്ള ആളല്ലേ, അയാളുടെ ഭൂതത്തെ അങ്ങ് ഇറക്കി വിടും. അയാൾ ഭൂതത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങളങ്ങോട്ട് ചെന്ന് അങ്ങ് നിർത്തലാക്ക്. അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല പരിശുദ്ധാത്മാവില്ലെന്നോ പരിശുദ്ധാത്മാവിനെ കൊള്ളില്ലെന്നോ പറയുന്നൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും കാണുന്ന ശുശ്രൂഷകൾ വചന വിപരീതമാണെങ്കിൽ വചനപ്രകാരം തെളിയിച്ചു പറയണം. അല്ല നിങ്ങളുടെ സങ്കല്പങ്ങളും ആശയങ്ങളും വിശദീകരിച്ചാൽ അത് പരിശുദ്ധാത്മാവ് ക്ഷമിക്കില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് നേരെ ശുശ്രൂഷകൾക്കെതിരെ സംസാരിക്കുന്നത് സൂക്ഷിച്ചു മാത്രമേ ആകാവൂ എന്നാണ് ഈ വചനം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മലാഖി 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങളെന്നെ മോഷിപ്പിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ സേവിച്ചിട്ട് എന്നാ ഗുണം? ചില പ്രശ്നങ്ങൾ വരുമ്പോഴേ ആളുകൾ പറയുന്ന വാക്കുകളാണ്. നന്മ മാത്രം അനുഭവിച്ചാൽ മതിയോ, തിന്മയും അനുഭവിക്കേണ്ടതല്ലയോ എന്ന് ഇയ്യോബ് പറഞ്ഞു. ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തെ ദുഷിക്കാൻ തയ്യാറല്ലാത്ത ഭക്തനായിരുന്നു ഇയ്യോബ്. ബാക്കി എത്രയോ മനുഷ്യർ അവർ ചിന്തിക്കുന്നത് പോലെ കാര്യം പോകാതെ വരുമ്പോൾ ദൈവത്തെ ദുഷിച്ച്, ദൈവത്തെ കുറ്റം പറഞ്ഞ്, സഭയെ കുറ്റം പറഞ്ഞ്, ആക്ഷേപിച്ച്, പ്രാർത്ഥിക്കാതെ കിടന്ന് എന്തെന്നെല്ലാം കാട്ടിക്കൂട്ടുന്നു. നാക്ക് ഭയങ്കര കുഴപ്പമുണ്ടാക്കും, പാതാളത്തിൽ പറഞ്ഞു വിടും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം വർത്താനം പറയാൻ. അതാണ് ആത്മീയത്തിൻ്റെ ലക്ഷണം. അല്ല, യാക്കോബ് 1:26 കൂടെ ഒന്ന് വായിച്ച് അതങ്ങ് ക്ലോസ് ചെയ്യും. യാക്കോബ് 1:26. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. കണ്ടില്ലേ? നാക്കിനെ നിയന്ത്രിക്കാൻ കഴിവില്ലാതെ വർത്താനം അങ്ങ് പറഞ്ഞ്, ഈ കുഴപ്പമുള്ള വർത്താനമൊക്കെ പറഞ്ഞ് വല്ലവരെയൊക്കെ മുറിപ്പെടുത്തി, അതിനകത്തൊക്കെ സുഖവും രസവും കണ്ടെത്തി, ഇങ്ങനൊക്കെ പോയാൽ വേദപുസ്തകം പറയുന്നവരുടെ ഭക്തി വ്യർത്ഥാണ് എന്ന് പറഞ്ഞാൽ ആൾ ആത്മീയൻ അല്ല. ഓൾറൈറ്റ്, തീരുമാനിച്ചോളൂ. അല്ല, ഇതിന് മേൽ നിയന്ത്രണമില്ലെങ്കിലേ ഈ പ്രശ്നങ്ങൾക്ക് ഓരോന്നിനും അന്നേരമാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. പറഞ്ഞു പോകുമ്പോഴാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. ദൈവത്തോട് പറയണം, ദൈവമേ എനിക്കതിന് മേൽ നിയന്ത്രണമില്ല, എന്നെ സഹായിക്കണം. മേലാൽ എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കും എന്നൊരു തീരുമാനവും ഇതോടുകൂടി എടുക്കണം. അല്ല കേട്ടിരുന്ന് എൻ്റെ ഈ വാക്കുകൾക്ക് മാർക്കിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആരുടെയും മാർക്കിടുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. ഞങ്ങളൊക്കെ വയസ്സ് ചെയ്യുന്നു, ഇനിയിപ്പോൾ ഇതിനകത്ത് മാർക്കിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ പുസ്തകത്തിൽ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേറെ വ്യാഖ്യാനങ്ങളൊന്നുമില്ല. സാറിന് ലളിത മലയാളമല്ലേ, അതിന് വേറെ എന്തൊന്ന് വ്യാഖ്യാനം കൊണ്ടുവരാൻ? അവിടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘടകം പിശാച് ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ വികാരങ്ങളാണ്. വികാരത്തിൻ്റെ പല പല മണ്ഡലങ്ങളുണ്ട്. ചിലത് ഞാൻ വേഗം അങ്ങ് ഓടിച്ചു പറയും. മത്തായി 6-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം നേരത്തെ നമ്മളത് പറഞ്ഞത്, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് ജീവനായിക്കൊണ്ട് വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നതിനാൽ നിൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കാനോ നിന്നെ കൊണ്ട് പറ്റില്ല. തലമുടിയുടെ നിറം ഒന്ന് കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ നിനക്ക് പറ്റില്ല. ഭൂമിയിലെ സംഗതികളെക്കുറിച്ച്, ജീവികളെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ട് അവയെല്ലാം പുലർത്താൻ ദൈവത്തിനറിയാമെങ്കിൽ നിന്നെ പുലർത്താൻ കഴിയുകയില്ലയോ? 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുകയാണ്. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. ആകുലതപ്പെടരുത്.
നിനക്കാവശ്യമുള്ളത് എന്താണെന്ന് സ്വർഗസ്ഥനായ നിൻ്റെ പിതാവ് അറിയുന്നു, അവൻ അത് നൽകിത്തരും. ഒന്നുകൂടെ പറയുന്നു, ആ 2 കാശിന് വലിയ വിലയില്ലാത്ത ആ കുരികിലിനെ ദൈവം പുലർത്തുന്നെങ്കിൽ അവയിലൊന്നും നിലത്ത് വീഴാൻ നിങ്ങളുടെ പിതാവ് സമ്മതിക്കില്ല. അങ്ങനെയെങ്കിൽ അല്പവിശ്വാസിയെ നിന്നെ എത്ര അധികം. ആകുലതപ്പെട്ടാൽ വിശ്വാസം പോവുകയല്ലേ, ചോർന്നു പോവുകയല്ലേ, ധൈര്യം പോവുകയല്ലേ. മനസ്സിനാകപ്പാടെ വിഷമമായില്ലേ? വിശ്വാസ ജീവിതവും അതുമായി പൊരുത്തപ്പെടുമോ? 2 കൊരിന്ത്യർ 5:7 കാഴ്ചയാലല്ല ഞങ്ങൾ ജീവിക്കുന്നത്, വിശ്വാസത്താലാണ്. ദൈവം ജീവിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു, ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് വിപരീതമായി ഇവിടെ സംഭവിക്കുന്നു എന്ന് തോന്നിയാലും അതിന് നടുവിലുള്ള ദൈവപ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇപ്പം അങ്ങനെയുള്ള ആകുലത വന്നാൽ ഉണ്ടാകുന്നത് മെൻ്റൽ ടെൻഷൻസ്, മാനസിക സംഘട്ടനങ്ങളാണ്. ആ സംഘട്ടനങ്ങൾ ഇന്നത്തെ ലോകം എവിടോട്ട് ചെന്നാലും കേൾക്കാനുള്ളത് എല്ലാം ടെൻഷൻ. ഒരു വാക്കാണ് ടെൻഷൻ. സംഘർഷങ്ങൾ. കൊച്ചുകുട്ടിക്കും സംഘർഷം, ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കുട്ടിക്കും സംഘർഷം, മുതിർന്നവർക്കും സംഘർഷം, ജോലിക്കാർക്കും സംഘർഷം. ജോലി തീർക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ ലോകം ആഗ്രഹിച്ചത് കിട്ടിയില്ല. അങ്ങനെ എല്ലാം സംഘർഷമായി ധാരാളം ആളുകൾ ഇന്ന് വിശ്വാസികളിൽ ഡിപ്രഷനുള്ളവരായി മാറിയില്ലേ? ക്രമേണ അത് മാനസികമായ വല്ലാത്ത വിഭ്രാന്തിയിലേക്ക് മാറ്റുന്നില്ലേ പലരെയും? വിശ്വാസികളിൽ എന്തുമാത്രം പേര് ഡിപ്രഷന് അടിമയാണ്. അപ്പോഴത്തേക്ക് ഭയങ്കര ആത്മീയമാണ്, പാട്ടിൻ്റെ സ്പീഡും എല്ലാം കൂടെ കൂടി ഭയങ്കര ആത്മീയമാണ്. ക്ഷമിച്ചില്ല. എന്താ ആത്മീയമാണെന്നേ? നിങ്ങൾ ബഹളം വെച്ചാൽ ആത്മീയമാകുമോ? അത് നിങ്ങളുടെ ജഡമല്ലേ അവിടെ പ്രദർശിപ്പിച്ചത്. തെറ്റിന് ക്ഷമ ചോദിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, ക്ഷമിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ നല്ലൊരു പങ്ക് ഭിന്നതകളും ഒഴിവാക്കൂടായിരുന്നു. സഭകൾ ഭിന്നിച്ചു പോകുന്നത് ഒഴിവാക്കിക്കൂടായിരുന്നു. ചെയ്യാമായിരുന്നല്ലോ. ക്ഷമിക്കുന്നതല്ലേ സുഖം. ക്ഷമിക്കാതെ കൊണ്ട് നടന്നാൽ ഇതിനകത്ത് തന്നെ കയ്പ് കൂടുകയല്ലേ, നെഞ്ചുവേദന കൂടുകയല്ലേ. ആ നെഞ്ചുവേദന ഒഴിവാക്കാനുള്ള മാർഗം ക്ഷമിക്കുന്നതല്ലേ. ആരോഗ്യത്തിന് നല്ലത് ക്ഷമിക്കുന്നതല്ലേ. അല്ല, യേശുവിൻ്റെ വാക്കിൻ്റെ കർശനത്വം നോക്കണം. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ നിർത്തുകയാണ്. അവിടെ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കില്ല. ആമേൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് യാക്കോബ് 4:6-7. യാക്കോബ് 1 പത്രോസ് 5:5-6. യാക്കോബ് 4:6-7. ഞാൻ വാക്യം പറയാം. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു ദൈവം. ദൈവത്തിന് പിണക്കാണ് നിഗളികളോട്. എന്താണ് നിഗളം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വാക്കിൻ്റെ അർത്ഥം അറിയാം. എനിക്ക് പഠിത്തമുണ്ട്, ബാക്കിയുള്ളവർക്ക് അത്രയും പഠിത്തമില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടിയ ആളാണ്. എൻ്റെ വലിയ കുടുംബമാണ്, അതുകൊണ്ട് ഞാൻ കൂടിയ ആളാണ്. നല്ല ആരോഗ്യമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്. അടുത്തൊരു പാസ്റ്റർ പറഞ്ഞു, ഈ പട്ടണത്തിലെ ഏറ്റവും സുന്ദരനായ പാസ്റ്റർ ഞാനാണ്, അതുകൊണ്ട് ആളുകൾ എൻ്റെ സഭയിൽ വരണം. എനിക്കറിയാവുന്ന പാസ്റ്ററാണ്, അതുകൊണ്ട് പറഞ്ഞ.
പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ ചോദിക്കും, എന്തോന്നാ ഈ പറയുന്നേ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നേ? ലഭിച്ചതല്ലാതെ എന്തുകൊണ്ട്? നിങ്ങൾ കുടുംബം പറഞ്ഞ ആ കുടുംബത്തിൽ ദൈവം നിന്നെ ജനിപ്പിച്ചതില്ലയോ? അല്ലാതെ നിങ്ങൾ നേടിയാണോ? നിങ്ങൾ പഠിച്ചു, ശരി, പഠിക്കാൻ തല തന്നിട്ടല്ലേ പഠിച്ചത്? വിദ്യാഭ്യാസം തരാൻ പറ്റിയ ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ടല്ലേ ടീച്ചറെ കൂടുതൽ പഠിച്ചത്? അല്ലെങ്കിൽ അതിനൊക്കെ കൊണ്ടും തലച്ചോറ് തന്നിട്ടല്ലേ? നിങ്ങൾക്ക് ഉണ്ടാക്കാമായിരുന്നോ ആ തലച്ചോറ്? നല്ലപോലെ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. അംഗവൈകല്യമുള്ളവരെ പുച്ഛിച്ചാൽ നിന്റെ അംഗവൈകല്യം ഇല്ലാതെ നിന്നെ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? അതിനകത്ത് പ്രശംസിക്കാനെന്ത്? ആരോഗ്യത്തെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, കഴിവിനെക്കുറിച്ച് പ്രശംസിക്കാനെന്ത്? സത്യമാണോ നിങ്ങളുടെ ആ പ്രശംസ? വേദപുസ്തകത്തിൻ്റെ ഭാഷ ആ പ്രശംസയെല്ലാം വ്യർത്ഥമാണ്, യൂസ്ലെസ്. കാരണം ഒന്നുകൂടെ പറയുന്നു, നിങ്ങളുടെ അല്ലിത്, നിങ്ങളുടെ അപ്പനും ഉമ്മ ഉണ്ടാക്കി തന്ന അല്ലിത്. ഇത് മുഴുവൻ പരമ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ വകയാണ്. ഭൂമിയായാലും അതിൻ്റെ പൂർണ്ണതയായാലും വസ്തുവായാലും പണമായാലും എല്ലാം 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 ദൈവത്തിൻ്റെ വകയാണ്. വലിയ പൊങ്ങച്ചൊന്നും പറയല്ലോ. ഇഷ്ടംപോലെ കാശുള്ളവർ ദരിദ്രരായി തീർന്നിട്ടില്ലേ? എല്ലാ നാട്ടിലും ഇല്ലേ? എൻ്റെ നാട്ടിൽ വലിയ പണക്കാരുണ്ടായിരുന്നു, മൂട്ടം പണക്കാർ. ഞാൻ കുഞ്ഞായിരുന്ന കാലത്ത് അന്നിവിടെ ഒത്തിരി വണ്ടിയൊന്നുമുള്ള കാലമൊന്നുമല്ല. ഒരു വീട്ടിൽ അപ്പനും അമ്മയ്ക്കും മക്കൾക്ക് ഓരോരുത്തർക്കും വേറെ വേറെ കാറുണ്ടായിരുന്ന കാലം എൻ്റെ ഗ്രാമത്തിൽ. ഓരോരുത്തർക്ക് 100 കണക്കിന് ഏക്കർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന കാലം ഓരോ മക്കൾക്ക്. അവിടുത്തെ പൊതുലോകവുമായിട്ടൊരു ബന്ധമില്ല, അത്ര ഭയങ്കര പണക്കാർ. നേരക്കറെ അവിടെ മിക്ക പേർക്കും ഒന്നുമില്ല. ഒരു ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് YMCAയിൽ എനിക്കൊന്ന് താമസിക്കാൻ ഒരു റൂം എടുക്കാൻ ചെന്നു. അപ്പോൾ അവിടെ കൗണ്ടറിൽ ആളില്ല. അപ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാ വന്നേ? ഞാൻ പറഞ്ഞു, എനിക്ക് റൂം വേണമായിരുന്നു, വന്നതാ. അവിടെ ആകുമ്പോൾ ഇച്ചിരി വിലക്കുറവുണ്ട്, അതിന് വേണ്ടി അവിടെ പോയത്. വേറെ ഹോട്ടലിൽ പോയി ഇച്ചിരി ചാർജ് കൂടില്ല, അതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞാൻ കാണിക്കാം ഒരു റൂം. എൻ്റെ അളിയൻ താമസിക്കുന്ന മുറി ഞാനൊന്ന് കാണിക്കാം. എൻ്റെ മുറി അത്രയും കൊള്ളില്ല, കാരണം എനിക്ക് ആ മുറി അഫോർഡ് ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ല. അതുകൊണ്ട് അളിയൻ്റെ മുറി കാണിക്കാം. എന്നെ കൊണ്ട് അളിയൻ്റെ മുറി കാണിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അപ്പോഴത്തേക്ക് മറ്റേ ആൾ വന്ന് ഞാൻ മുറി എടുത്തു. എന്നിട്ട് ഞങ്ങളും ഈ വർത്താനം പറഞ്ഞു. എവിടുത്തുകാരനാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഗ്രാമക്കാരനാണ്. അദ്ദേഹത്തിന് ആ മുറി അഫോർഡ് ചെയ്യാൻ കഴിവില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു, വീട്ടിലെ ആളാണ്. വലിയ ടീ എസ്റ്റേറ്റ് ഉണ്ടാക്കി അതിൻ്റെ മുതലാളിയായിരുന്ന ആളാണ്. ഇപ്പം ചായപ്പൊടി റീറ്റെയിലായിട്ട് കൊണ്ടു കടന്ന് വിറ്റ് ഉപജീവിക്കുന്ന ആളാണ്. എത്ര നേരത്തേക്കുണ്ടെന്ന് പണം? ചോർന്ന് മകൻ എത്ര നേരം വേണം? വിശ്വാസിയേ, പൊങ്ങച്ചം പറയല്ലോ, അഹങ്കാരം പറയരുത്, മര്യാദയ്ക്ക് ജീവിക്കണം, ഉണ്ടാക്കിയവനെ ബഹുമാനിക്കണം, വേറെത്തന്നെ കണ്ടിട്ട് പുച്ഛിക്കരുത്, ഞാൻ വലിയ ആളാണെന്ന് പറയരുത്. യേശു സമ്പന്നനായിരുന്നിട്ടും, അല്ലേ? അങ്ങനല്ലേ വചനം പറയുന്നത്? സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യ നിമിത്തം നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ബാക്കി ഒത്തിരി കാര്യമുണ്ട്, പക്ഷെ അത് മാത്രം പറഞ്ഞു പോയാൽ പാഠങ്ങളെല്ലാം തീരില്ല. ഇതിൻ്റെ എല്ലാം കൂടെ പേരെന്താണ്? ജഡം. ജഡം വലിയ വലിയ അപകടമാണ്. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ബാക്കിയാണ് സ്വയം എന്ന് പറഞ്ഞു. മുമ്പ് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് സ്വയം.
ഞാൻ ചെയ്തു. ദൈവത്തിന് പിണക്കാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഒരിക്കൽ ദൈവം പറഞ്ഞ ഒരു വാക്കുണ്ട്. ദൈവം പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഗിദെയോൻ്റെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ന്യായാധിപന്മാർ 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ്. ഏനാ ദൈവം അവിടെ എന്തോ പറഞ്ഞെന്നറിയോ? ഞാൻ മിദ്യാന്യരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കത്തില്ല. എന്തുകൊണ്ട് ഏൽപ്പിക്കില്ല? വാക്യം വായിച്ചോളൂ. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല. മതി. യുദ്ധത്തിന് വിളിച്ചു, 1000 ആളുകൾ റെഡി. നമ്മളാണെങ്കിൽ പറയും സ്തോത്രം, വലിയ ആത്മപ്രവൃത്തി ഉണ്ടായി, എല്ലാവരും കൂടെ യുദ്ധത്തിന് വന്നു, ഹല്ലേലൂയ എന്ന് പറയും. ദൈവം പറഞ്ഞു, ഞാൻ തരത്തില്ല ഇവരെ നിൻ്റെ കയ്യിൽ. കാരണം നാളെ ഇസ്രയേൽ പറയും, നല്ല 1-ാം തരം സേനയായിരുന്നു, ആടിപൊളി സേന, ആ ക്യാപ്റ്റൻ എക്സലൻറ്റ്, ആ ലെഫ്റ്റനൻറ്റ് സൂപ്പർ. ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് ഓരോരുത്തർക്ക് സ്ഥാനക്കയറ്റവും കൂറ്റി ബഹുമാനം കൊടുത്ത് അങ്ങനെ ഇരുത്തി ഇവരുടെ മിടുക്കൂടി ജയിച്ചെന്ന് പറയും. ആ യുദ്ധത്തിൽ, പല യുദ്ധത്തിൽ അവർ യുദ്ധം ചെയ്യണമായിരുന്നു. ഇതിന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ തരില്ല, ജയം തരില്ല. ജയം തരണോ? ഞാൻ പറയുന്നത് കേൾക്കുന്ന. ഒത്തിരി പേരെ എനിക്ക് വേണ്ട, ഇവിടെ പട്ടി നക്കി കുടിക്കുന്ന പോലെ, മനുഷ്യ സ്വഭാവത്തിന് ചേരാത്ത തരത്തിൽ ദൈവം എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്തോണം. അവിടെ വലിയ യുക്തിയും വലിയ കാര്യങ്ങളും ഒന്നും കൊണ്ടുവരണ്ട. ഞാൻ പറയുന്ന അതുപോലെ ചെയ്യുന്നവരെ കൊണ്ട് ഞാൻ ഈ യുദ്ധം ജയിപ്പിക്കും. ഒരു യുദ്ധോപകരണം അനുവദിക്കുകയില്ല. ഒരു മൺകുടവും ഒരു പന്തവും ഒരു കാഹളവും. അടുത്ത തത്വം, നീ എൻ്റെ നേരെ വമ്പ് പറയരുത്. ആത്മലോകത്തിൽ ഞാൻ ചെയ്തു എന്നൊരു വാക്ക് മനുഷ്യൻ പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ, എൻ്റെ ശുശ്രൂഷ, ഞാൻ പ്രവചിച്ചു, ഞാൻ അത്ഭുതം ചെയ്തു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, മിണ്ടരുതെന്ന്. അത് സ്വയമാണെന്ന്, ദൈവം വെറുക്കുന്നുവെന്ന്. നിങ്ങൾക്ക് മനുഷ്യരെ രക്ഷിക്കാമോ? രക്ഷിക്കണമെങ്കിൽ ദൈവശക്തി വരണ്ടേ? നിങ്ങൾക്ക് രോഗിയെ സൗഖ്യമാക്കാമോ? സൗഖ്യമാക്കാൻ ദൈവശക്തി വ്യാപരിച്ചെങ്കിലല്ലേ ഒക്കുള്ളൂ. നിങ്ങൾക്ക് ഭൂതത്തെ പുറത്താക്കാവോ? ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിലല്ലേ അത് നടക്കുകയുള്ളൂ. അല്ല, എന്തിനും എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ദൈവം ശക്തി തരാതെ ഈ ശരീരം നേരെ നിൽക്കുമോ? അങ്ങനെയെങ്കിൽ സ്വയം പറയാമോ? അഹങ്കാരം പറയാമോ? നിഗളം പറയാമോ? ഞാൻ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് പരിഹാരമാർഗം. ഞാൻ, ആ സ്വയം ഞാൻ ക്രൂശിക്കണം. ഒന്നുകൂടെ പറയുന്നു, സ്വയം പറയുന്ന ഒരാളെയും ദൈവത്തിന് ഇഷ്ടമല്ല. ആരുടെ സ്വഭാവം? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മീതെ വെക്കും, ഞാൻ സമാഗമ പർവ്വതത്തിൽ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ഇരുന്നരുളും. ആരുടെ സ്വഭാവം? സാത്താൻ്റെ. ഞാൻ സ്വയം സാത്താൻ്റെ സ്വഭാവം. സ്വയ അഭിമാനം വേണ്ടെന്നല്ല, സ്വയ അഭിമാനം വേണം. പക്ഷെ അതിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കൂടെ വരണം. ദൈവമേ, എല്ലാം അവിടുത്തെ കൃപയാണ്, അവിടുത്തെ ദയയാണ്. പൗലോസ് പറയും, ഞാൻ ആകുന്നത് കൃപയാലാണ് എന്ന് വിളിച്ച് പറഞ്ഞ് ബഹുമാനിച്ച് ജീവിക്കുന്നതാണ് സത്യ ആത്മീയ ജീവിതം, ജയത്തിൻ്റെ ജീവിതം. ബാക്കി പിശാചിന് ചരക്കാണ്. പരിഹാരമാർഗം എന്താണ്? ജഡത്തെ ആത്മാവിനാൽ മരിപ്പിക്കണം. അങ്ങനല്ലേ പറഞ്ഞത്? റോമർ 8:12-13. പരിഹാരമാർഗം നിസ്സാരമല്ല. എന്താണ് പറഞ്ഞത്? ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പം കഠിനമായ ഒരു നയം
ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടി വരും. അല്ലാതെ ഇതിനകത്ത് പരിഹാരമില്ല. വേഗം ചില വാക്ക് പറഞ്ഞ് നിർത്താൽ 1 Corinthians 9:27 പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ശരീരത്തെ ബാക്കി ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഞാൻ പ്രസംഗിച്ച് ഞാൻ തന്നെ കൊണ്ടുവരാത്തവനെ പോകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറഞ്ഞാൽ കല്ലെടുത്ത് ഇടിച്ച് അങ്ങനെ കൊണ്ടുവരുന്നതെന്നല്ല. എൻ്റെ ശരീരത്തെ ഞാൻ മര്യാദയ്ക്ക് നിർത്തുന്നു. 2 Corinthians 10:5 ഏത് വികാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണ നിമിത്തം പിടിച്ചടക്കി. ഈ പൊങ്ങച്ചൊക്കെ തോന്നി വരുമ്പോൾ, നിങ്ങളൊക്കെ തോന്നി വരുമ്പോൾ, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായി വരുന്ന ഏത് വികാരത്തെയും ഞാൻ നിയന്ത്രിക്കും, പിടിച്ചടക്കും. കൊലോസ്യർ 3:1 മുതൽ 3 വരെ ഭൂമിയിലെ ചിന്തയ്ക്ക് പകരം മേലോകത്തിലെ ചിന്ത കൊണ്ടുവരണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. റോമർ 6:11, ഗലാത്യർ 2:20. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നോർക്കണം. സ്നാനപ്പെട്ടവരോട് പറയാണ്, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് നിങ്ങൾ ഓർക്കണം. അതാണ് ഗലാത്യർ 2:20. ഞാൻ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. റോമർ 6 ആ ഭാഗത്ത് ബാക്കി പറഞ്ഞാൽ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കരുത്, പകരം 6:13, 12:1 നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. റോമർ 8:3-4 ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ ഈ ജഡം ആഗ്രഹം കൊണ്ടുവരുമ്പോൾ അതിനെ അനുസരിക്കാൻ പാടില്ല, പകരം ആത്മാവിൻ്റെ ആഗ്രഹത്തെ അനുസരിക്കണം. 2 Corinthians 5:7 കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ആത്മജീവിതം ദൈവത്തെ കണ്ടുള്ള ജീവിതമാണ്. ഈ വിശുദ്ധ വചനം അനുസരിച്ചുള്ള ജീവിതമാണ്. അതിൻ്റെ ഫലങ്ങളെല്ലാം ഇപ്പം കണ്ടാലും കണ്ടില്ലെങ്കിലും ദൈവം പറഞ്ഞത് നടക്കും, അത് പൂർത്തിയാവും. ദൈവം എന്നെ പുലർത്തും. ആമേൻ. ഇവിടെ പകൽ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞതുപോലെ കരീതിലോട്ട് പോകാൻ പറഞ്ഞാൽ പോവുക. നിന്നെ പോറ്റാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതും പണക്കാരി വിധവയല്ലല്ലോ. എലിയാവിനോട് പറഞ്ഞല്ലേ, അവസാനത്തെ ഒരു നേരത്തെ ആഹാരം കഴിഞ്ഞിട്ട് മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിധവയുടെ വീട്ടിൽ അവിടെ നിന്നെ പോറ്റാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ യുക്തിക്കോ ബുദ്ധിക്കോ ചേരുവോ? ആ വീട്ടിൽ ചെന്നപ്പോഴേ, നേരത്തെ അറിയില്ല, അവിടെ ചെന്നപ്പോൾ ഇവിടെ കണ്ട് അവിടെ വർത്താനവും കേട്ടാൽ ദൈവം പറഞ്ഞു വിട്ടതിന് വല്ലതും വിശ്വാസം വരുമോ? ഇല്ലല്ലോ, ഒരു സാധ്യതയും ഇല്ലല്ലോ. എന്നാലും എന്നോട് പറഞ്ഞവൻ തൻ്റെ വാക്ക് നിവർത്തിക്കും. പൗലോസിൻ്റെ ഭാഷയിൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. എന്ത് വേണം? പിശാച് നമ്മളെ ഇട്ട് പന്താടണോ, അതോ പിശാചിനെ ദൂരെ മാറ്റി നിർത്തണോ? നമ്മൾ പറഞ്ഞോളൂ. അതതിൻ്റെ സകല ചരക്കും കൊണ്ട്, എല്ലാ ആയുധങ്ങളും കൊണ്ട്, ബാക്കി ചിലതുണ്ടാവും പിന്നെ പറയാം. എന്നാൽ ഈ മണ്ഡലം ഇവിടെ നിർത്തുകയാണ്. ജഡം നമ്മുടെ അകത്തുള്ള കാര്യമാണ്. ഭയങ്കര ചതിക്കുന്ന സാധനമാണ് ഈ ശരീരം. ഇതിനെ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് കളയരുത്. നിങ്ങളുടെ ശരീരമാണ്, പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ കൊല്ലുന്ന സാധനമാണ് ഈ ശരീരം. അതറിഞ്ഞാൽ ഈ ശരീരത്തോട് പെരുമാറാവും. അല്ല, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും അതിൻ്റെ താല്പര്യങ്ങളും നിവർത്തിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു, ഇതിനെ കണ്ണുടച്ച് വിശ്വസിക്കാതെ ഇതിൻ്റെ ഓരോ ചെയ്തികളെയും വിവേചിച്ച്, വചനത്താൽ വിവേചിച്ച്, രാവിലെ അജിപ്പാസ് പറഞ്ഞതുപോലെ
വചനത്താൽ വിവേചിച്ച് ആത്മാവിൻ്റെ ശക്തിയാൽ അതിനെ അനുസരിച്ച്, വചനം പറയുന്ന പോലെ അനുസരിച്ച് ജീവിച്ചാൽ ജയമുണ്ടാവും. യോഹന്നാൻ നമ്മളോട് തന്നെ ചോദിച്ചിട്ട് പറ, ജഡം എന്നതിൻ്റെ മേൽ എനിക്ക് പൂർണ്ണ ജയമുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് പറയും. ചുമ്മാ കേട്ടിട്ട് പോയാൽ ഗുണമൊന്നുമില്ല കേട്ടോ. ഇതിനെല്ലാം കണക്ക് പറയേണ്ട ആൾ. ഒന്നുകൂടെ പറയുന്നത്, പിശാച് ഈ ജഡത്തെ, നമ്മുടെ ശരീരത്തെ കയ്യിലെടുത്ത് നമ്മെ തോൽപ്പിക്കാതെ പിശാചിനെ മാറ്റി നിർത്താൻ ദൈവാത്മാ ശക്തിയാലേ പറ്റുള്ളൂ. അല്ല മിടുക്കൊണ്ടും ബുദ്ധി കൊണ്ടും ആർക്കും കഴിയില്ല. പരിശുദ്ധാത്മാവിനാൽ ഈ പറഞ്ഞ ഏത് മണ്ഡലത്തെ ജയിക്കണമെങ്കിലും ഒരു മേലോക ശക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ മിടുക്കൊണ്ട് ഈ പറഞ്ഞ ഒറ്റ മണ്ഡലത്തിനും ജയം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ മേലോക ശക്തി അമിത ബലം പ്രാപിച്ച്, അല്ല ഇന്നലെ പറഞ്ഞ ആ വലിയ മണ്ഡലം ഉണ്ടല്ലോ, സത്യമാണ്. അങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ വേറൊരു ലോകത്തിൽ ജീവിക്കുന്നതായിട്ട് നിങ്ങളുടെ ശരീരം പോലും അനുഭവിക്കും. അക്ഷരാർത്ഥത്തിൽ വേറെ ശരീരം വേറെ ലോകമാണെന്ന് തോന്നും. റിയലി. ഒന്ന് ഹൃദയം വണക്കമോ. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എൻ്റെ ജഡത്തെ അനുസരിച്ച് ഞാൻ ജീവിക്കില്ല. ജഡം പിശാച് എന്നെ കൊല്ലുന്ന വഴിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഇഷ്ടത്തിന് പോകാതെ എൻ്റെ ജഡത്തിൻ്റെ മേൽ ഞാൻ പൂർണ്ണ ജയമെടുക്കും എന്നൊന്ന് തീരുമാനിച്ചിട്ട് പോകാൻ തയ്യാറുണ്ടോ? അല്ല, ഈ പ്രസംഗം മാത്രം കേട്ടുപോയാൽ ഒരു ഗുണം ഉണ്ടാവില്ല. ഞാൻ വലിയ ആത്മജീവിതത്തിൻ്റെ ജയത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വർഗത്തിൽ പോകുന്നൊരു കൂട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ദേശത്ത് ഉണർവുണ്ടാക്കുന്നൊരു കൂട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ആത്മാക്കളെ രക്ഷിക്കുന്നൊരു സംഘത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവമുണ്ടാക്കിയ ഉദ്ദേശം നിവർത്തിക്കുന്നൊരു സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സഭകൾ ദൈവത്തിന് ചുമ്മാ ആൾ കൂടി വന്ന് പാട്ടുപാടാനുള്ള സ്ഥലമല്ല, ദൈവശക്തി പ്രകടമാക്കാനുള്ള സ്ഥലമാണ്. ദേശത്തെ ജനത്തെ രക്ഷിക്കാനുള്ള സ്ഥലമാണ്. ദൈവത്തിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള സ്ഥലമാണ് ദൈവത്തിൻ്റെ സഭ. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മഹത്വം വന്നിറങ്ങി താമസിച്ച് മഹത്വം വെളിപ്പെടുത്താനുള്ളതാണ്. ഇതാണ് ദൈവത്തിൻ്റെ മന്ദിരം, അല്ലാതെ കെട്ടിടമല്ല ദൈവത്തിൻ്റെ മന്ദിരം. ഇതിനെ വിശുദ്ധീകരിച്ചു കൊടുത്ത് ദൈവ സാന്നിധ്യത്തെ കൈക്കൊള്ളാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ പറയും. ഒന്ന് തലവണക്കോ, ഒന്ന് കണ്ണുകളടയ്ക്കോ. നിങ്ങളുടെ ജയത്തെ ഒന്ന് വിലയിരുത്തിയിട്ട് പോകൂ. ഈ വിവിധ മണ്ഡലങ്ങളുടെ മേൽ ജയിക്കാൻ പറ്റുന്നില്ല. ഹൃദയം തുറന്ന്, എവിടെയാണ് നമുക്ക് തോൽവി? ഹൃദയം തുറന്ന് ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞ് ഒന്ന് ജയം എടുത്തിട്ട് പോകൂ. പിശാചിനെ ഇവിടെ തോപ്പിച്ചിട്ട് പോകൂ. പിശാചിനോടൊന്ന് പ്രഖ്യാപിച്ചിട്ട് പോകൂ. നിനക്ക് കീഴ്പ്പെടില്ല, നിൻ്റെ ചരക്കിന് കീഴ്പ്പെടില്ല. ജഡമെന്ന നിൻ്റെ ചരക്കിന് ഞാൻ കീഴ്പ്പെടില്ല. ഞാൻ ഈ ശരീരത്തിൽ ജീവിക്കുന്നു, പക്ഷേ ഇതിനകത്തുള്ള നിൻ്റെ ഒറ്റ ചരക്കും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കും. ആത്മശക്തിയുടെ വ്യാപാരത്താൽ നിൻ്റെ എല്ലാ ചരക്കുകളെയും നിർവീര്യമാക്കി കളയും. അതിന് കൊണ്ടുവരുന്ന ചിന്തകളെ കൊന്നുകളയും. ചെറിയ നടപടിയില്ല. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് കൊല്ലും. അത് രംഗത്ത് വരുമ്പോഴത്തേക്ക് പിടിച്ച് ഞെക്കി കൊന്നേക്കണം. ഒരു സെക്കൻഡ് അനുവദിച്ചേക്കരുത്. അത് ശ്വസിച്ച് ജീവിക്കാൻ സമ്മതിക്കരുത്. അപ്പം തന്നെ തകർത്ത് കളയണം. കമാൺ, സമർപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു നിമിഷം സമർപ്പിക്കൂ. ദൈവം ഒരു തലമുറയെ വാർക്കുന്നു. ഈ കേരളത്തിൽ ദൈവം ഒരു തലമുറയെ വാർത്തെടുക്കും. അതിൻ്റെ സംഖ്യ എത്രയെന്ന് എനിക്കറിയില്ല. വലിയ വ്യാപകമായ സംഖ്യ കാണുമെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാരണം വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. അതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. പക്ഷെ നിത്യജീവനിലേക്കുള്ള വാതിൽ അതാണ്.
കമാൺ, മനസ്സുണ്ടെങ്കിൽ ഒരു നിമിഷമായിട്ട് പറയുക. ഈ ദിവസങ്ങളിൽ ദൈവശക്തിയുടെ ഒരു പ്രത്യക്ഷത ഇവിടെ ഉണ്ടാകാൻ, നമ്മിലുണ്ടാവാൻ, പിശാചിനെ ജയിക്കുന്ന ഒരു സമൂഹം, വ്യക്തികൾ ഉൾപ്പെട്ട സമൂഹവും ഇക്കേരളത്തിലുണ്ടാവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. വേറെ ആരെയല്ല, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, ഇന്ന് രാത്രി അങ്ങയുടെ വചനം ഞങ്ങളോട് കർശനമായി സംസാരിക്കുന്നുവല്ലോ. അതിനെ ഉൾക്കൊള്ളാനൊരു കൃപ ഞങ്ങളുടെ മേൽ അയക്കണമേ. തോൽക്കാതെ ജയിക്കാൻ ഞങ്ങൾക്കൊരു തീരുമാനം തരണമേ. ഇതിനകത്തെ ഓരോ വ്യക്തിയുടെ മേലും ഇന്ന് രാത്രി പ്രത്യേകമായി ഒരു ദൈവപ്രവൃത്തി അയക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുശക്തി കേൾപ്പിക്കുന്നു. ജീസസ്, ജീസസ്. നിർത്തിന് ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി സ്വയം ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പിശാചിനെ ഞാൻ വിധേയപ്പെടില്ല, ജഡത്തിന് കീഴടങ്ങി കൊടുക്കില്ല എന്ന് ധൈര്യമായി തീരുമാനത്തോടെ ദൈവം മുമ്പാകെ പറയാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? ദൈവത്തോട് പറഞ്ഞിട്ട് പോകൂ, പിശാചിനോട് പറഞ്ഞിട്ട് പോകൂ, നിനക്ക് കീഴ്പ്പെട്ട് തരില്ല. അത് യുദ്ധപ്രഖ്യാപനമാണ്, യുദ്ധപ്രഖ്യാപനമാണ്. ഡിഫൻസ്. നിനക്ക് കീഴ്പ്പെടില്ല, ഇല്ല. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? ഹൃദയത്തെ ശരിക്കും പറയുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തിന് മുമ്പ് പറയൂ, അതിൻ്റെ അടയാളം കൂടെ കാണിക്കൂ. മനസ്സുണ്ടെങ്കിൽ, നല്ല തീരുമാനമുണ്ടെങ്കിൽ അവർക്ക് ചെയ്യും. അവരെന്ന് കൈ ഉയർത്തിപ്പിടിക്കും. അങ്ങനെ പറയുന്നവർ കീഴടങ്ങില്ല, ജഡത്തിന് വിധേയപ്പെട്ട് തരില്ല. നിങ്ങൾ പിശാചിനോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഇത് യുദ്ധമാണ്, ഇതിനെ തോൽപ്പിക്കാൻ വരും. ഇന്നലെ പറഞ്ഞ ആത്മശക്തിയോടെ തിരിച്ചു പറ, പിശാച് നിന്നെ അനുവദിക്കില്ല. എൻ്റെ ശരീരത്തിനകത്ത് അനുവദിക്കില്ല, എൻ്റെ വീടിനകത്ത് അനുവദിക്കില്ല, എൻ്റെ പള്ളി നിന്നെ കയറ്റാതെ ഞങ്ങൾ കുറേ പട്ടാളക്കാർ സൂക്ഷിക്കും. ആത്മാവ് നിയമിച്ച ചില പട്ടാളക്കാരുണ്ട്. ഞങ്ങളുടെ പള്ളിയെ ഞങ്ങൾ സൂക്ഷിക്കും. ഞങ്ങളുടെ ദേശത്ത് നിൻ്റെ പ്രവൃത്തിയെ ഞങ്ങൾ നിർവീര്യമാക്കും. അധികാരത്തോടെ പറഞ്ഞോളൂ, ഇത് യുദ്ധപ്രഖ്യാപനത്തിൻ്റെ സ്ഥലമാണ്, ജയമെടുക്കാൻ പോകുന്ന സ്ഥലമാണ്. പാതാള ശക്തികളുടെ മേൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിനായി സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ ഇന്ന് രാത്രി ഈ അങ്ങയുടെ ജനമായ ഞങ്ങൾ ഞങ്ങളുടെ ജഡത്തിൽ കൂടെ വന്ന് ഞങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരുന്ന ആ ദുഷ്ടശക്തിയോട് ഇന്ന് രാത്രി പ്രഖ്യാപിക്കുന്നു, പിശാചേ, ഈ ശരീരം നിനക്കുപയോഗിക്കാനുള്ളതല്ല. നിൻ്റെ ഒരു ചരക്കും ഇതിനകത്ത് അനുവദിക്കുകയില്ല. നിൻ്റെ ചരക്കുകൾ മുഴുവൻ ഇന്ന് രാത്രി ഞങ്ങൾ പുറത്തു തള്ളുന്നു. മേലാൽ ഇതിനകത്ത് ആധിപത്യം നടത്താനോ ജയമെടുക്കാനോ നിന്നെ അനുവദിക്കില്ല. ഞങ്ങളുടെ ശരീരങ്ങൾ മൊത്തം, അവയവങ്ങൾ മൊത്തം ദൈവത്തിന് വിശുദ്ധം. ഈ ഓരോ അവയവത്തെയും ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഞങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പാപത്തിൽ ഞങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ജയിക്കും. പിശാചേ, നിൻ്റെ മേൽ ഞങ്ങൾ ആധിപത്യം എടുക്കും. ഞങ്ങൾ ജയ ഉല്ലാസത്തോടെ ജീവിക്കും. ആമേൻ, ഹല്ലേലൂയ. യുദ്ധപ്രഖ്യാപനം ഇവിടെ തന്നെ എടുത്തോളൂ. അങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങളുടെ ശരീരം ഒരു പുതുബലം അനുഭവിക്കും.
ജീസസ്. ഇന്നലെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ആ ആത്മമണ്ഡലത്തിൽ പോകാൻ നമ്മളിവിടെ ഒരു യോഗം വെക്കും. അതിൻ്റെ സ്പെഷ്യൽ യോഗം വെക്കും. ആ യോഗത്തിൽ വന്ന് അതിനുവേണ്ടിയുള്ള ഒരുക്കമാണിത്. ഒരുങ്ങിയെങ്കിലേ അത് കിട്ടുള്ളൂ. അതിൻ്റെ മണ്ഡലങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ആ വലിയ ജയത്തിന് വേണ്ടി തയ്യാറായിക്കൊള്ളൂ. അധികം താമസിയാതെ ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഇവിടെ വെച്ച് നമ്മുടെ മേലയക്കും. ആ സാന്നിധ്യം ഇറങ്ങി വരും. ഒരുങ്ങിയവരുടെ മേൽ ഇറങ്ങി വരും. ശരീരം തിരിച്ചറിയത്തക്കവണ്ണം ഇറങ്ങി വരും. ചിലരുടെ മേൽ തീയായിട്ടും വരും. ജീസസ്.